വേർപാടിന്റെ വേദന താങ്ങാനാകാതെ ഷോക്കേറ്റു മരിച്ച മിഥുന്റെ വിളന്തറയിലെ വീട്. നിരവധി പേരാണ് കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ അവിടേക്ക് എത്തുന്നത്. വിദേശത്തുള്ള മിഥുന്റെ അമ്മ നാട്ടിലെത്തിയ ശേഷമാകും സംസ്കാര സമയം തീരുമാനിക്കുക. പഠനത്തിനപ്പുറം പാഠ്യേതര പ്രവർത്തനങ്ങളിലും മിടുക്കനായിരുന്നു മിഥുൻ. ഫുട്ബോൾ ഏറെ ഇഷ്ടം. പഠിച്ചു മിടുക്കനായൊരു പട്ടാളക്കാരനാകണം. അതിന് NCCയുള്ള സ്കൂളിൽ ചേരണം. അങ്ങനെയാണ് തേവലക്കര ബോയ്സ് സ്കൂളിൽ ചേർന്നത്. ആദ്യം അവിടം അത്ര ഇഷ്ടമായില്ല. സ്കൂളിൽ പോകാനുള്ള മടുപ്പ് ആ വലിയ മൈതാനത്തിൻ്റെ വിസ്തൃതിയിൽ അലിഞ്ഞില്ലാതായി. എനിക്ക് NCC പഠിപ്പിക്കുന്ന സ്കൂളിൽ പോകണം, എനിക്ക് പട്ടാളത്തിൽ ചേരാൻ. അങ്ങനെയുള്ള സ്കൂളിലേ ഞാൻ പഠിക്കുന്നത്. അന്നേരം തള്ള വിളിച്ച് പറഞ്ഞ അമ്മ അവൻ്റെ ഇഷ്ടത്തിന് വിടാമെന്ന് വെച്ച് ചേർക്കാൻ. ചിത്രം വരയ്ക്കാനും ഇഷ്ടം. കലയിലും കഴിവിലും നേടിയെടുത്ത അംഗീകാരങ്ങളും പലത്. കഴിക്കാൻ ഏറെ ഇഷ്ടമുള്ള വെള്ളയപ്പം കൊതിതീരെ കഴിക്കാതെയാണവൻ സ്കൂളിലേക്ക് ഇന്നലെ ഇറങ്ങിയത്. കരുതി വെച്ചേക്കണമെന്ന അനുജനോട് അവസാന വാക്കും. വൈകിട്ട് വരുമ്പോൾ അപ്പം വെച്ചേക്കണേന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞു വളർന്ന മിഥുന സ്വന്തം സമ്പാദ്യത്താൽ ഒരു ചെരുപ്പ് വാങ്ങണമെന്നും വലിയ ആഗ്രഹമായിരുന്നു. അതിനായി കരുതി വെച്ച ചില്ലറത്തുട്ടുകൾ നെഞ്ചോട് ചേർത്ത് അച്ചമ്മ രമണി അലമുറയിടുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്കും ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ പോകുന്നു. മിഥുൻ്റെ വേർപാടിനെ ഉൾക്കൊള്ളാൻ വിളന്തറ ഗ്രാമത്തിന് ഇനിയുമായിട്ടില്ല. ഇടവിട്ടു പെയ്യുന്ന ഈ മഴ പോലെ അവൻ്റെ ഓർമ്മകളത്രയും സങ്കടങ്ങളായി പെയ്തിറങ്ങുകയാണിവിടെ. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24.